കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വാഹനാപകടം. കർണാടക RTC ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർ മരിച്ചു. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് വിവരം. ഒരു ഓട്ടോറിക്ഷ ഉൾപ്പെടെ മറ്റ് വാഹനങ്ങളിലും ബസ് ഇടിക്കുകയുണ്ടായി. ഇതിനുശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ബസ് ഇടിച്ചു കയറി. ഓട്ടോയിലുണ്ടായിരുന്നവരും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നവരുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ മംഗലപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അനഘ ഹർഷൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. അനഘ, എപ്പോഴാണ് അപകടമുണ്ടായത്? വിഷ്ണു, ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ കർണാടക അതുപോലെ കേരള ബോർഡർ ആയിട്ടുള്ള ഈ തലപ്പാടിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന കർണാടക RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നു. ഈ അമിത വേഗതയിൽ വന്ന ബസ് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ കാത്തുനിന്നിരുന്ന സ്ത്രീകളുടെ മുകളിലൂടെ ഈ ബസ് കയറിയിറങ്ങി ആ പരിസരത്ത് മറ്റു ഭാഗത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഈ ഓട്ടോയിൽ ആളുകളും ഉണ്ടായിരുന്നു. ഈ ഓട്ടോയെ ഇടിച്ച് തെറിപ്പിച്ച് ബസ് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഓട്ടോ ഡ്രൈവറും ഈ ഓട്ടോയിനകത്തുണ്ടായിരുന്ന 3 സ്ത്രീകളുമാണ് മരിച്ചത്. ഇവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അനഘ സൂചിപ്പിച്ചതുപോലെ വൻ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കർണാടക RTC ബസ്സാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത്. നിലവിൽ 5 പേർ മരിച്ചു. ഒപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യമുണ്ടായി. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ മറ്റു വാഹനങ്ങളിൽ കൂടി ഇടിച്ചതിന് ശേഷമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ മരണസംഖ്യ ഇനി ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ട്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. എന്തായാലും 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബസ്സിൻ്റെ അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമായത്. ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത് എന്നുള്ള കാര്യമാണ് ഈ അപകടത്തിൻ്റെ ആ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെയും വരാം. അനഘ ഹർഷനാണ് ഇതുവരേക്കും വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഇടവേള.